കേന്ദ്ര സർക്കാർ ജീവനക്കാർ, രാഷ്ട്രീയ സ്വയം സേവക്, ജമായത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളിൽ അംഗത്വം എടുക്കാൻ പാടില്ല എന്ന 58 വർഷം പഴക്കമുള്ള നിയമമാണ് ഈ കഴിഞ്ഞ 9-ാം തീയതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിലൂടെ കേന്ദ്രം ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഇനിയും ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നതിന് വിലക്കില്ല എന്നാണ് ഈ പുതിയ ഉത്തരവ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ ലാക്കോടുകൂടി തന്നെയാണ് ഈ ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ സമയത്ത് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ JP നഡ്ഡ ഒരു പൊതു സമ്മേളനത്തിൽ പറഞ്ഞത് BJPക്ക് സ്വന്തമായി നിൽക്കാനുള്ള കരുത്തുണ്ട്, അതിന് RSSൻ്റെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് വളരെയേറെ വിവാദം ഉണ്ടാക്കിയിരുന്നു. അത് RSSും BJPയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ ശൈഥില്യമുണ്ടാക്കുന്ന ഒരു ഘട്ടം വരെ എത്തുമോ എന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞതിന് ശേഷവും ആ ഒരു അകൽച്ച തുടരുകയായിരുന്നു. പിന്നീട് ഉണ്ടായതായിട്ടുള്ള ചില ഒത്തുതീർപ്പ് സംഭാഷണങ്ങളുടെയും RSSനെ ഒരു കാലത്തും BJPക്ക് തള്ളിപ്പറയാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവിൻ്റെയും ഫലമായിട്ടാണിപ്പോൾ പഴയ ബാന്ധവം പുതുക്കുന്നതിനായി ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. RSS ഒരു സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. ജമായത്തെ ഇസ്ലാമിയും അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവിടെ കാണേണ്ടതായ ഒരു പ്രധാന കാര്യം, ഈ രണ്ട് സംഘടനകളും രണ്ട് മതങ്ങളെ ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ മതസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറെ കൂടെ പച്ചയായി പറഞ്ഞാൽ RSS ഹിന്ദുത്വ അജണ്ടയും ജമായത്ത് ഇസ്ലാമി ഇസ്ലാം അജണ്ടയും പ്രധാനമായി ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കുന്ന സംഘടനകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നത് ധാർമ്മികമായും നിയമപരമായും ഭരണഘടനാപരമായും ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് മതേതരത്വം പ്രഖ്യാപിത നയമായി സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യയിൽ അങ്ങനെ ഒരു നിരോധനം ഉണ്ടായത്. ഇവിടെ 1948 സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഈ സംഘടനയെ നിരോധിച്ചതാണ് എന്ന ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. 1966 സർക്കാർ ഉത്തരവിലൂടെ ഈ രണ്ട് സംഘടനകളിലും സർക്കാർ ജീവനക്കാർ പങ്കെടുക്കാൻ പാടില്ല എന്ന്, അത് സിവിൽ സർവീസ് കോണ്ടക്ട് റൂൾസിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവാണിപ്പോൾ ഭേദഗതി ചെയ്തോ അല്ലെങ്കിൽ പിൻവലിച്ചോ ഇവർക്ക് രണ്ട് സംഘടനകളിലും പ്രവർത്തിക്കുന്നതിൽ തടസ്സമില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇത് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് അതിനകത്ത് ഈ ഉത്തരവിൽ പറയുന്നില്ല. എന്നാൽ RSSൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഈ ജൂലൈ മാസം 9-ാം തീയതി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ RSS ഹിന്ദുത്വ അജണ്ടയും ജമായത്ത് ഇസ്ലാമി ഇസ്ലാം അജണ്ടയും സ്വീകരിച്ചിട്ടുള്ള രണ്ട് സംഘടനകളായതുകൊണ്ട് തീർച്ചയായും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നത് സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ ആശാസ്യമല്ല എന്ന് വളരെ ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ടാണ് 1966 ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിലേറ്റവും വലിയ ഒരു വൈരുദ്ധ്യം കാണേണ്ടത് ബഹുമാന്യനായ AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഈ നിരോധനം എടുത്തു കളഞ്ഞില്ല. അപ്പോൾ നോക്കണം, അദ്ദേഹത്തെ പോലെ ഉന്നതനായിരുന്ന ഒരു രാജ്യസ്നേഹിയായിരുന്ന ഒരു പൗരബോധമുള്ള ഒരു പ്രധാനമന്ത്രി, ഒരു പക്ഷേ BJPയുടെ സ്ഥാപകൻ എന്ന് പറയാവുന്ന ആ പ്രധാനമന്ത്രി വാജ്പേയി പോലും ഈ സംഘടനയെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം റദ്ദാക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല. എന്നാൽ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി 3-ാം ഊഴം അധികാരത്തിലേറ്റപ്പോൾ
അദ്ദേഹത്തിന് ഈ കിട്ടാവുന്ന സഹകരണം എവിടെ നിന്നെല്ലാം കിട്ടുമോ അവരെയെല്ലാം പ്രീതിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, വളരെ ദുർബലമായ ഒരു മന്ത്രിസഭയാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. കേവല ഭൂരിപക്ഷമില്ലാത്ത 543 പാർലമെൻറ്റ് അംഗങ്ങൾ ഉള്ളിടത്ത് വെറും 240 അംഗങ്ങളെ കൊണ്ട് മറ്റ് 2 പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ദൗർബല്യം മറച്ചു വയ്ക്കുന്നതിനും ആ ദൗർബല്യത്തെ അതിജീവിക്കുന്നതിനുമൊക്കെ ആവുന്നത്ര സംഘടനകളെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജീവനക്കാരെ കൂടെ കയ്യിലെടുക്കുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയാണ് ഈ 58 വർഷം പഴക്കമുള്ള നിയമം ഭേദഗതി ചെയ്തതെന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇതൊരിക്കലും ഇന്ത്യയെപ്പോലെ മതേതരത്വ സ്വഭാവമുള്ള മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്തിന് യോജിച്ചതല്ല ഇത്തരം മതസംഘടനകളിൽ പ്രവർത്തിക്കാൻ സർക്കാർ ജീവനക്കാരെ അനുവദിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയ അടിസ്ഥാനത്തിലുള്ള സംഘടനകളിൽ, അത് ഇസ്ലാം ആകട്ടെ, അല്ലെങ്കിൽ ഹിന്ദു ആകട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യനാകട്ടെ, ഏത് മതത്തെയും അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഒരു കാരണവശാലും സർക്കാർ ജീവനക്കാർ പങ്കെടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അത് സംസ്ഥാന സർക്കാരുകൾ ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിലും ശരി, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങളാണെങ്കിലും ശരി, അവർ എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും സേവിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അവരുടെ ഇടയിൽ ഈ തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് ഒട്ടും ആശാസ്യമല്ല. ഇത് വളരെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു ഭേദഗതിയാണിപ്പോൾ ഈ നിയമത്തിൽ കൊണ്ടുവന്ന് ഈ വിലക്ക് മാറ്റിയിരിക്കുന്നത്. അത് ഗൗരവത്തോടുകൂടെ പുനശ്ചിന്തനത്തിന് വിധേയമാക്കണമെന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ വർഗീയ പ്രീണനം നടത്തി ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ഇവിടെ കഴിഞ്ഞത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയൊക്കെ ഉത്തരേന്ത്യയിൽ നടത്തിയ വർഗീയ ധ്രുവീകരണത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന മട്ടിലുള്ള പ്രഭാഷണങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് പാർട്ടിയാണെങ്കിലും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും മറ്റേത് പാർട്ടിയാണെങ്കിലും ശരി, വർഗീയ ധ്രുവീകരണത്തിന് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ശ്രമിക്കുന്നത് അപകടകരമാണ്. നാനാത്വത്തിൽ ഏകത്വം നമ്മുടെ മുദ്രാവാക്യമായി സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ മതങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാണ് ഭാരതം. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ RSSൽ പ്രവർത്തിക്കാം എന്ന് ഉള്ള നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നിരോധന നിയമം പിൻവലിക്കുന്നത് വളരെയേറെ അപകടകരമായ സൂചനകൾ നൽകുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പുനശ്ചിന്തനം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നടത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.